നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ടി ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗറിനെ പറ്റിയിട്ടുള്ളതാണ്. അതായത് ഇവരുടെ കുഞ്ഞ് മരിച്ചിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2-3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ അവർ ഇതിനോടകം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 2-3 വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗിൻ്റെ ഏറ്റവും വലിയൊരു തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ദുരന്തത്തെ പറ്റിയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിരന്തരമായിട്ട് ഇത് വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അതൊക്കെ കാണാനൊക്കെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്കറിയാലോ, ഏതെങ്കിലും ഒരുത്തിന് ദുരന്തം വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഈച്ച പൊതിയുന്നത് പോലെയാണ് പൊതിയ. അതുകൊണ്ട് തന്നെ അവനിതങ്ങ് കൃഷിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗേഴ്സ് എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗർഭകാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചാകരയാണ്. അതായത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശ വാങ്ങിക്കലും അതുപോലെ തന്നെ ആശുപത്രിയിൽ പോക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസവും അവരിങ്ങനെ ഇതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ വ്ളോഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതുമാത്രവുമല്ല, ഇവരുടെയൊക്കെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്ളോഗൊക്കെ അതായത് ഈ പിന്നെ 1ാമത്തെ മാസം മുതൽ ചെയ്താൽ ഇവർക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 5-6 വയസ്സ് കുഞ്ഞിനാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ഒരു ചാകരയാണ്. അതായത് ഇവർക്ക് ഇഷ്ടം പോലെ കണ്ടൻറ്റുകൾ പിന്നീട് ഇവിടുന്ന് ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഈ ഷെമി ആയാലും അതുപോലെ തന്നെ ആ പയ്യനായാലും ഇവരുടെ ഒരു ബ്ലോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യനെക്കാട്ടിയും കുറച്ച് വയസ്സ് കൂടുതൽ ആ സ്ത്രീക്കുണ്ട്. അപ്പോൾ ഈ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? അതായത് നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, നിങ്ങൾ ഈ പ്രായത്തിലും ഇതുപോലെ പിന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അപകടങ്ങൾ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇവർക്ക് കമൻറ്റും ചെയ്യാറുണ്ട്. അതായത് ഇവനും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഈ 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞൊരു വലിയ റിസ്ക് തന്നെയാണ്. പക്ഷെ ഇവനാ പിന്നെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റ് മാത്രമാണ്. ആ കണ്ടൻറ്റ് ഇവൻ കൃത്യമായിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴേ നിങ്ങൾക്ക് വയസ്സായില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ പ്രായത്തിൽ ഇതിന് നിൽക്കുന്നത്, ഇതൊരു റിസ്ക് ആണെന്ന് അറിഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാർ, അതായത് ഇവരുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കുമുള്ള ഒരു സംശയം തന്നെയാണ് ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് എത്രത്തോളം സുരക്ഷിതമുണ്ട്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവില്ലേ എന്ന് ഒരുപാട് പേർക്കുള്ള സംശയം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് മുഴുവൻ തന്നെ സ്ത്രീകളാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കൗതുകമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രായത്തിലും ഇവർക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ സന്തോഷിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിമർശനവും ഇവർക്കുണ്ടായിരുന്നു. അപ്പോഴേ അങ്ങനെ ആ കുഞ്ഞ് ഇപ്പോഴ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ വന്നിട്ട് ഇപ്പോഴേ 1-2 വീഡിയോ ഇതിനിപ്പം ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് ഈ ഒരു സമയത്തെങ്കിലും വേണമെങ്കിൽ വീഡിയോ ഇടാതിരിക്കാം. അതായത് ഇവരുടെ ഈ ചാനൽ റീച്ചൊന്നും കുറഞ്ഞു പോകത്തില്ല. അതുപോലെ തന്നെ ഇവർക്കുള്ള ഈ സബ്സ്ക്രൈബേഴ്സും എവിടെയും പോകത്തില്ല. ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി തോന്നിയവാസമാണ് കാണിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് ദൈവത്തിന് നിരക്കാത്ത പണിയായതുകൊണ്ടാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഗർഭകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചും അതുപോലെ അതിൻ്റെ പ്രഹസനങ്ങളൊക്കെയാണ് ഇത് നഷ്ടപ്പെടാൻ കാരണം എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്നാലും ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 4-5 മാസം കഴിഞ്ഞിട്ട് മാത്രം മറ്റുള്ളവരെ അറിയിക്കുന്നതാണ് ഉചിതം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2ാം മാസം മുതൽ ഇങ്ങനെ കൊട്ടി പാടിക്കൊണ്ട് അതിൻ്റെ വീഡിയോയും ഇട്ട് ഈ ഫാമിലി വ്ളോഗേഴ്സ് എല്ലാം കാണിക്കുന്നൊരു കാര്യം തന്നെയാണിത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇമ്മാതിരി തോന്നിയവാസങ്ങൾ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നല്ലൊരു മനസ്സായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെയൊക്കെ മനസ്സൊരു കരിങ്കല്ല് തന്നെയാണ്. ഒരു നല്ലൊരു മനസ്സാണ്, ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞാണ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഇങ്ങനത്തെ തോന്നിയവാസത്തിന് നിൽക്കത്തില്ല. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടൻ്റാക്കി എടുക്കുക, ഇതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുക, പിന്നീട് കരഞ്ഞ് നിലവിളിച്ചിട്ട് വീഡിയോ ഇടുക. അതായത് ഭാര്യയെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാനായിട്ടില്ല. അതായത് കുഞ്ഞിന് അത്രയും വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഡോക്ടർ വിളിച്ചു വരുത്തിയിട്ട് ഇവനാണെങ്കിൽ വെളിയിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ഇടുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, അതായത് ഷെമി ഇപ്പോഴും ഉള്ളിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ വീഡിയോ ഇട്ട് ഇവിടെ മെഴുകുകയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ അവൻ്റെ മനസ്സ്. അതായത് അവനെ ഞാൻ കുറ്റം പറയുന്നില്ല, അവൻ്റെ ജോലി ഇതാണ്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ ഗർഭകാലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു
മാങ്ങ പറിക്കാൻ പോകുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാ അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നതെന്ന് ഇവന് തന്നെ അറിയില്ല. അതായത് എല്ലാവരും എന്ന് പറഞ്ഞ് ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഇതൊക്കെ ഒരു പ്രഹസനമാക്കി എടുത്ത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊട്ടി ആഘോഷിക്കുമ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മോശമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫാമിലി വ്ളോഗർ ആയി കഴിഞ്ഞാലും എന്തൊക്കെ ആയി കഴിഞ്ഞാലും ഇമാതിരി ഇത് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ചാനലിൽ ഞാൻ കണ്ടതാണ്. അവരുടെ ഈ ചാനൽ കണ്ടപ്പോൾ ഇതുപോലെ ഈ ഫാമിലി വ്ളോഗ് തന്നെയാണ്. അതായത് അവർക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാം മാസം മുതൽ എന്ന് പറഞ്ഞാൽ അവർക്ക് തുടങ്ങിയിരുന്നു. അതായത് ഇത് കാണിക്കാൻ പോകുന്ന സ്ലിപ്പ് വരെ വെച്ചിട്ടാണ് പിന്നീട് പരിപാടി. പിന്നീട് അവർ പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിന് ചെറിയ പ്രശ്നമുണ്ട്, കുഞ്ഞിന് പ്രശ്നം കാണാണ്, അങ്ങനെ പറഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ 7 മാസം സ്ഥിരമായിട്ട് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 7ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന് എന്തോ സംഭവിച്ചു. പിന്നീട് ഇതിൻ്റെ പേരും പറഞ്ഞ് കരച്ചിലും വീഴ്ചയിലുമായിട്ടൊരു 3 മാസം പിന്നീട് വീണ്ടും വീഡിയോ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഊളത്തരങ്ങളാണ് നമ്മുടെ മലയാളികളായ ഈ ഫാമിലി വ്ളോഗർമാർ കാണിക്കുന്നത്. ഇതുകൊണ്ട് ഇവർക്ക് കുറച്ച് ചില്ലറ കിട്ടും എന്നല്ലാതെ ഇവർക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങാക്കൊലിയും കിട്ടത്തില്ല. അതായത് ഇവർക്ക് കുറച്ച് പൈസ കിട്ടും തൽക്കാലം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരു വീഡിയോ ഇങ്ങനെയുള്ള ഈ ദുരന്ത വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് കാണും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സംശയമുള്ളതായിരുന്നു ഈ പ്രായത്തിൽ, എന്നാൽ പിന്നെ പ്രസവിച്ചിട്ട് നമുക്കൊന്ന് കാണാം എന്നുള്ള തരത്തിൽ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ വീഡിയോ ഇങ്ങനെ രാവിലെ മുതൽ കണ്ണും നട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇവർ നല്ല രീതിയിൽ മുതലെടുക്കുകയാണ് ഈ പയ്യൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആ സ്ത്രീയോടാണ്. അതായത് നിങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്തോട് കൂടിയിട്ട് നിങ്ങൾ കുറച്ചുകൂടി ജീവിതം കണ്ടതാണ്. അല്ലാതെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്രായമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത് ഒരു ഇതായിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കരുത്. ഈ നമ്മൾ സ്വകാര്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് വെക്കണം. നമ്മൾ പരസ്യമാക്കേണ്ടത് നിലം പറഞ്ഞാൽ പരസ്യമാക്കണം. അല്ലാതെ ഇത് 1ാം മാസം മുതൽ ഇവിടെ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ കേട്ടാ. ഇവർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇവിടെയുള്ള മിക്ക ഫാമിലി വ്ളോഗർമാർ എന്ന് പറഞ്ഞാൽ ഈ 1ാം മാസം മുതൽ കാണിക്കുന്നത് ഇത് തന്നെയാണ്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ലക്ക് തന്നെയാണ്. കാരണം 10 മാസത്തോളം ഇല്ലെങ്കിൽ 6 വർഷത്തോളം തന്നെ ഈ കുഞ്ഞിൻ്റെ ഒരു 6 വയസ്സാകുന്നത് വരെ ഇവർക്ക് വേറെ ഒരു കണ്ടന്റുമായിട്ട് പോകണ്ട. അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടന്റിൽ ഫോക്കസ് ചെയ്താൽ മതി. അത് തന്നെയാണ് നമ്മൾ TT ഫാമിലിയും ചെയ്തിരിക്കുന്നത്. ഇനിയും അവരെ ഇതുപോലെ വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വരും. അവർ പറയും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കളികളാണ്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ തീരുമാനമാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതൊക്കെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എനിക്ക് പ്രധാനപ്പെട്ടത് പറയാനുള്ളത്, നിങ്ങൾ ഈ വെപ്പും കുടിയെല്ലാം കാണിച്ചോ, പക്ഷെ ഇമാതിരി ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാങ്ക് എന്ന് പറയുന്ന പോക്കിർത്തരം അത് എന്ന് പറഞ്ഞാൽ ഇത്രയും അരോചകമായി ചെയ്യുന്നത്, അത് ഏറ്റവും കൂടുതൽ അരോചകമായി ചെയ്യുന്നത് ഈ TT ഫാമിലി തന്നെയാണ്. അതായത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഈ സ്ത്രീ ആയാലും അതുപോലെ തന്നെ ഇവനായാലും ഇതുപോലെ കോപ്രായങ്ങൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേറെ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കുണ്ടാകുന്ന വിഷമങ്ങളെ പറ്റി ഇവരാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലുതാണ് ഇനി വരാനുള്ളത്. നന്ദി, നമസ്കാരം.